എല്ലാവർക്കും Nimshas കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കീമ പിസ്സ തയ്യാറാക്കിയാലോ. ഈ ഒരു പിസ്സയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ പിസ്സയുടെ ബേസ് തയ്യാറാക്കില്ലേ, അപ്പോൾ ഇതിന്റെ മാവ് കുഴച്ച് വെച്ചതിന് ശേഷം ഫെർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കണമെന്ന് നോക്കാം. ചിക്കൻ കീമ പിസ്സ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിക്കൻ കീമ ഡയറക്റ്റ് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചതിന് ശേഷം ഒരു വെജിറ്റബിൾ ചോപ്പറിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒരിക്കലും ഇത് അരച്ചെടുക്കരുത്. അപ്പോൾ ഇത് അരഞ്ഞു പോവുക ചെയ്യുക, നമുക്ക് കീമയായിട്ട് എടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഇപ്പം ഇതുപോലെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം മുറിച്ചെടുക്കുക. അപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരുമിച്ച് കുറേ ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പ്രോസസ്സർ ഉപയോഗിച്ചാലും കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം ഇതുപോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. മിക്സ് ചെയ്തെടുക്കാനുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണമെങ്കിൽ, അതായത് ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കല്ല, എന്നാലും അത്യാവശ്യം ചെറുതായിട്ട് കട്ടിയായിട്ട് എടുക്കണമെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട്. ഇപ്പോൾ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ അത്യാവശ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വരണ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 6 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ക്രോസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരു ഭാഗം. ഇതിനി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം പിന്നെ 1 മിനിറ്റ് പോലും ആവശ്യമില്ല ഇത് കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. നമുക്കിതിൻ്റെ തൊലിയൊന്ന് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണത്. ഇത് കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡൗ ഒന്ന് കുഴച്ചെടുക്കാം, പിസ്സ ബേസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 3 കപ്പ് മൈദയാണ്. 250 ml കപ്പിൽ 3 കപ്പ്. നിങ്ങൾക്ക് ഇതിന് പകരം ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം. പിസ്സയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ മൈദ തന്നെയാണ് എപ്പോഴും നല്ലതായിട്ട് വരിക. ഈ ഒരു പിസ്സ ഡോ കുഴച്ചെടുത്ത് അപ്പം തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ടേസ്റ്റിനനുസരിച്ച്. ഇനി നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈസ്റ്റിന് പകരം നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ടീസ്പൂണോളം അളവിലാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറിൻ്റെ അളവൊന്നും ഒരിക്കലും കൂടിപ്പോയരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയും മെഷർ ചെയ്ത് തന്നെ എടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ മതി ബേക്കിംഗ് സോഡ. ഒരു 2 നുള്ളൊക്കെ തന്നെ മതി കേട്ടോ, അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ വരിക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്ത ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പഞ്ചസാരയും എല്ലാം എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വരണം, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അളവിൽ തൈര് ചേർത്ത് കൊടുക്കുക. തൈരിന് അങ്ങനെ പ്രത്യേകിച്ച് അളവ് പറയാൻ പറ്റില്ല, നമുക്ക് കറക്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിലുള്ള തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം കുഴച്ചെടുക്കുമ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഡൗ ആയിട്ടായിരിക്കും ഇത് മാറുക. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കുഴച്ച് അതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളൊരു ഡൗ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. സാധാരണ ഈസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പിസ്സ ബേസ് തയ്യാറാക്കുന്ന സമയത്ത് കുഴച്ചെടുത്തിട്ട് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വേണം. അപ്പോൾ പിസ്സയൊക്കെ തയ്യാറാക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് ലോങ് പ്രൊസീജിയറായിട്ട് തോന്നും, ഇത്രയധികം സമയം വെച്ച് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് എൻ്റെ മോൻ പറഞ്ഞിട്ടാണ്. ഇവിടെ കുട്ടികൾക്കൊക്കെ പിസ്സ നല്ല ഇഷ്ടമാണ്. പൊതുവെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കുമല്ലോ പിസ്സ. അപ്പോൾ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം പിന്നെ പുറത്തുനിന്ന് ഫുഡൊന്നും വാങ്ങിക്കാറോ അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കാറോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിസ്സ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഇതിനു മുമ്പ് ഞാൻ പല പിസ്സകളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ പിസ്സകളും റെസിപ്പി വൈസ് നോക്കുമ്പോൾ വ്യത്യസ്തം തന്നെയാണ്. മുന്നേ ചെയ്തിട്ടുള്ള റെസിപ്പി അല്ല ഇത്. അപ്പോൾ എന്തായാലും തയ്യാറാക്കണതല്ലേ, അപ്പോൾ റെസിപ്പി ആണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുപോലെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പക്ഷേ ഓവറായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്നും കൂടി ഞാനൊന്ന് കുഴച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ തന്നെ മതി. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇത് നേരിട്ട് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പിസ്സ സോസ് തയ്യാറാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പിസ്സ സോസ് തയ്യാറാക്കണ വരെ ഞാനിതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം വെക്കണോണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇതിപ്പോൾ കുറച്ച് സമയം വെക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അടച്ച് മാത്രം വയ്ക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കീമ മസാല തയ്യാറാക്കിയെടുക്കാം. തക്കാളി ഇപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതെല്ലാം വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. കറക്റ്റായിട്ടൊന്ന് പെട്ടെന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴും കറക്റ്റായിട്ട് പെട്ടെന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ തൊലി ഈസി ആയിട്ട് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി വേറൊരു കടായി എടുക്കുക. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളുത്തുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 സവോള നല്ല ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഈ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള ചെറുതായിട്ട് വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവോളയും ക്യാപ്സിക്കവും വെളുത്തുള്ളിയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നിറയെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണം. അതായത് ചതച്ച മുളക്. ചില്ലി ഫ്ലേക്സ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിസ്സ ഒറിഗാനോ ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് മിക്സ്ഡ് ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റാലിയൻ ഹെർബ്സ് ചേർത്ത് കൊടുക്കാം. ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. സാധാരണ ഒറിഗാനോ ഫ്ലേക്സും അതുപോലെ ബേസിൽ ഫ്ലേക്സുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, അതായത് ഫ്ലേവറിനനുസരിച്ച് നമ്മൾ എടുക്കുന്നത് ഏത് ബ്രാൻഡാണെന്ന് വെച്ചാൽ അതിനൊക്കെ അനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം അളവിൽ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നീട് നമുക്ക് ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ കറക്റ്റായിട്ട് മിക്സായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് തന്നെ എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കൻ കീമയാണ് ചേർത്ത് കൊടുക്കുന്നത്. കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കണ്ട. ഇതിനെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മിൻസ്ഡ് ചിക്കനായ കാരണം തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലൊക്കെ ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ തന്നെയാണ് ഉപ്പൊക്കെ കറക്റ്റായിട്ട് പിടിച്ചു വരുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ഡാർക്ക് സോയാ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ കീമ പീസയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണ സമയത്ത് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ സ്പൈസസൊക്കെയാണ് സാധാരണ ചേർത്ത് കണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കണത്. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇപ്പോൾ ഈ ചിക്കൻ കീമ കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട് ഇതിൽ, അത് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടൊമാറ്റോ പ്യൂരി ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിലേക്ക് 6 തക്കാളി എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ചിക്കൻ കീമ മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. സെപ്പറേറ്റ് പിസ്സ സോസ് ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കണില്ല. പക്ഷേ പിസ്സ സോസിലേക്ക് തന്നെയാണ് നമ്മൾ ചിക്കൻ കീമ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ടേസ്റ്റ് ഡിഫറൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണ ഏത് ബ്രാൻഡ് ടൊമാറ്റോ കെച്ചപ്പ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് നന്നായിട്ട് കുറുകി തന്നെ വരണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്, അതുപോലെ കുറച്ച് എരിവിനും വേണ്ടിയിട്ട്. ഇപ്പോൾ സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ചില്ലി ഫ്ലേക്സിൻ്റെ അളവോ ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് സ്പൈസി ആക്കിയിട്ടല്ല ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ചീസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊസറില്ല ചീസാണ് ചേർക്കുന്നത്. ചീസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പോൾ ഒരു പിടി ചീസോ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു പിടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചീസ് ചേർക്കുമ്പോൾ തന്നെയാണ് ഇത് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ വരിക. അതിപ്പോൾ ഏത് പിസ്സ സോസ് നിങ്ങൾ തയ്യാറാക്കണമെന്നുണ്ടെങ്കിലും ചീസ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നോട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി പിസ്സ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് നോക്കിയതിന് ശേഷം നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് അത്യാവശ്യം ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വരട്ടെ. ഇപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല, അതുപോലെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല. നമുക്ക് പിസ്സ ബേസിലേക്ക് കറക്റ്റായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് വരാൻ. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പിസ്സ ബേസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പിസ്സ പാനിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഈ ഡൗ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വലിയ പാൻ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ നമുക്ക് ഈ ഡൗ എടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കാം. ഇപ്പോൾ മൈദയായ കാരണം ഇതുപോലെ ബാക്കിലേക്കാണ് നമ്മൾ സാധാരണ ഇത് ഉരുട്ടിയെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി പിസ്സ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് പാനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാവിടെയും നന്നായിട്ട് തന്നെ ആയി വരണം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കേക്ക് ടിന്നിൻ്റെ താഴത്തെ ഭാഗമാണ്. അതിലും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പിസ്സ ബേസ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഈ ഡൗ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ റോളിംഗ് പിൻ വെച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ മൈദയായ കാരണം തന്നെ അത് നമ്മൾ പരത്തി ഇതുപോലെ എടുത്തു കഴിയുമ്പോൾ വീണ്ടും വലിഞ്ഞു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കുഴപ്പമില്ല, അത് നമ്മളൊന്ന് റെഡിയാക്കി കൊടുത്താൽ മതി അവസാനം ബേക്ക് ചെയ്തെടുക്കണം ആ ഒരു സമയത്ത്. ഇപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ഞാനിതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ഏകദേശം ഒരേ തിക്നെസ്സോട് കൂടി തന്നെ പരത്തിയെടുക്കുക. പക്ഷേ ഇതിൻ്റെ എഡ്ജസിൽ കുറച്ച് തിക്കായിട്ട് തന്നെയായിരിക്കണം പരത്തിയെടുക്കേണ്ടത്. അതിനുശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇതെന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേക്കായിട്ട് വരുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊങ്ങി വരും. ചപ്പാത്തിയൊക്കെ പൊങ്ങി വരണ പോലെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തിയെടുക്കുന്നത്. അതിനുശേഷം മറ്റേ പിസ്സ പാനിലും ഇതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കുക. സെയിം രീതിയിൽ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ. അതിനുശേഷം ഇതിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കുക. എല്ലാവിടെയും നന്നായിട്ട് തന്നെ ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കാം. നിങ്ങൾക്ക് തിൻ ക്രസ്റ്റ് പിസ്സയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ പിസ്സ ബേസ് പരത്തിയെടുക്കുന്ന സമയത്ത് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു തിക്കായിട്ട് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഒരെണ്ണം തിന്നായിട്ടാണ് പരത്തിയെടുക്കുന്നത്, ഒരെണ്ണം കുറച്ച് തിക്കായിട്ടാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ കീമ മസാല ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കീമ മസാലയ്ക്ക് ചൂടൊന്നുമില്ല, ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എഡ്ജസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബാക്കി എല്ലാവരുടെയും അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഞാനിത് ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ ഞാൻ പല പിസ്സകളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. പനീർ പിസ്സ ചെയ്തിട്ടുണ്ട്, വെജ് പിസ്സ ചെയ്തിട്ടുണ്ട്, അതുപോലെ വേറെ ടൈപ്പ് ചിക്കൻ പിസ്സ ചെയ്തിട്ടുണ്ട്. പിസ്സ സോസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെന്നുള്ളവർക്ക് കണ്ടു നോക്കാം. പിസ്സ എന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിസ്സ സോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ എപ്പോഴാണ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ ഫെർമെൻറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ആയിട്ട് നമുക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഡൗ കുഴച്ചിട്ട് ഇപ്പോൾ എന്താ പറയുക പിസ്സ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് എന്താ പറയുക, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന കാരണം അവർ ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് പിസ്സ റെഡിയാക്കി കൊടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്.
ചീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് അധികം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചീസിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാം. ഇവിടെ ഇപ്പോൾ ചീസ് എല്ലാവർക്കും നല്ല ഇഷ്ടമായത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സവോളയും ക്യാപ്സിക്കവും കട്ട് ചെയ്ത് തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇത് ചിക്കൻ കീമ പിസയാണ്. പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണമെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വേറെ ഒന്നും തന്നെ വെച്ച് കൊടുക്കണില്ല. ഇപ്പോൾ എന്താ പറയുക, വേറെ കളേർഡ് ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കളർഫുള്ളായിട്ട് മാറും, അല്ലെങ്കിൽ ഒലീവ്സോ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിൽ ചിക്കൻ കീമ വെച്ച് കൊടുക്കാം, അതിനുശേഷം വീണ്ടും ചീസ് വെച്ച് കൊടുക്കാം. അങ്ങനെ 1-2 ലെയേഴ്സായിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ 2 പീസും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കി വെജിറ്റബിൾസും നേരത്തെ ചെയ്ത പോലെ ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 200 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാം. അതിനുശേഷം കൺവെക്ഷൻ മോഡിൽ ഒരു 15 മിനിറ്റ് ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും കറക്റ്റായിട്ട് തന്നെ പിസ്സ ബേക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ച് മിക്സ്ഡ് ഹെർബ്സ് ഇട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒറിഗാനോ ഫ്ലേക്സ് ഏതാണെന്ന് വെച്ചാൽ. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ പിസ്സ കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഓവനിൽ തന്നെ വെച്ച് ബേക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കില്ലേ, ആ ഒരു രീതിയിലും ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഞാൻ കടായിൽ വെച്ചിട്ട് എങ്ങനെയാണ് പിസ്സ ബേക്ക് ചെയ്യണമെന്നൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പിസ്സ ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കടായിൽ വെച്ചിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ. കറക്റ്റായിട്ട് തന്നെ നമുക്ക് പിസ്സ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിസ്സയൊക്കെ ആകുമ്പോൾ എപ്പോഴും ചൂടോടുകൂടി തന്നെ കഴിക്കുക. കോൾഡ് പിസ്സയൊന്നും കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡോ ഫെർമെൻറ്റ് ചെയ്തെടുക്കാതെ അപ്പോൾ തന്നെ പിസ്സ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. നമ്മൾ ഈസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കണ പിസ്സയുടെ ആ സെയിം ടെക്സ്ചർ തന്നെ നമുക്ക് ഈ പിസ്സ ബേസ് വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം കട്ട് ചെയ്തതിന് ശേഷം. ഇപ്പോൾ അടുത്ത പിസ്സയും നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവ് ഉപയോഗിച്ചിട്ട് ഈ സൈസിലുള്ള 3 പിസ്സയാണ് എനിക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയത്. അതായത് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണം മീഡിയം സൈസിലുള്ള പിസ്സ. കണ്ടില്ലേ, പിസ്സ ബേസും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.